ഹായ് എവരിവൺ, ദിസ് ഇസ് എൻജി ഫ്രം ആർക്കെനെക്സ്. സോ മക്കളെ, BDSന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ കാറ്റഗറി വൈസുള്ള ക്ലോസിംഗ് റാങ്ക് നമ്മൾ അനലൈസ് ചെയ്യാണ്. ഓരോ കാറ്റഗറിയിലും ഡിഫറെൻ്റ് ആണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ റാങ്കുകൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആവാറുണ്ട്. കോൺസ്റ്റന്റ് മീൻസ് ഒരു ചെറിയ വ്യത്യാസം മാത്രമാണ് വരാറുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ വർഷങ്ങളിലും ക്ലോസിംഗ് റാങ്ക് ഏകദേശം ഈക്വൽ ആണ്. ഒരു 1Kയുടെ ചിലപ്പോൾ ഒരു 100ന്റെ ചിലപ്പോൾ സെയിം തന്നെയൊക്കെ വരാറുണ്ട് ക്ലോസിംഗ് റാങ്ക്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് അതിൽ വരാറുള്ളത്. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് എത്താനുള്ള നമ്മുടെ ദൂരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. യെസ്, അപ്പോൾ BDSന്റെ 23 ആദ്യം നമുക്ക് നോക്കാം. ഓപ്പൺ കാറ്റഗറിയിൽ കേരള റാങ്ക് 4215 ഗവൺമെന്റ് സെക്ടറിൽ ഒരു BDS കിട്ടുന്നത്. അന്നത്തെ കുട്ടിയുടെ നീറ്റ് സ്കോർ 571. ഓൾ ഇന്ത്യ റാങ്ക് 47775. EW 11104 കേരളത്തിൽ ഗവൺമെന്റ് BDS കിട്ടി. ഈഴവ 6155 കിട്ടി. മുസ്ലിം 5097 കിട്ടി. BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയാണ് 10416. LA 9281. DV ധീവര കാറ്റഗറിയാണ് 16071. VK വിശ്വകർമ്മയാണ് 6444. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണ് 7078. KU 21251. KN 16211. SC 17972. STക്ക് 30958 അങ്ങനെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 23 കേസാണ്. ഇനി നമ്മൾ ഓരോ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളും പരിശോധിക്കുകയാണ്. ഓക്കെ, ആദ്യത്തേത് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കാലിക്കറ്റ്. കഴിഞ്ഞ വർഷം ആർക്കൊക്കെയാണ് തേർഡ് അലോട്ട്മെന്റിലൂടെ കിട്ടിയത്? അപ്പോൾ നിങ്ങൾക്കറിയാം, മേജർ ആയിട്ട് 3 അലോട്ട്മെന്റ് പ്രോസസ്സുകളാണ് നടക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്. പിന്നെ നടക്കുക സ്ട്രേ വേക്കൻസി ആണ്. ഒഴിവന്ന സീറ്റുകളിലേക്ക് മാത്രം ഫില്ല് ചെയ്യപ്പെടുന്ന സ്ട്രേ വേക്കൻസി റൗണ്ട്. അപ്പോൾ തേർഡ് വരെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുക. അപ്പോൾ തേർഡിൻ്റെതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നോക്കാം, കാലിക്കറ്റിലെ ഓപ്പൺ കാറ്റഗറിക്ക് മക്കളെ 2771 വരെയാണ് അഡ്മിഷൻ ലഭിച്ചത് കേട്ടോ. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നടക്കുന്ന കോളേജുകളാണ് ഇതൊക്കെ. അപ്പോൾ 2771 കിട്ടിയപ്പോൾ ഈഴവ 4073, മുസ്ലിം 2861, ബാക്ക്വേർഡ് ഹിന്ദു 9218 വരെയാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. LA 5287, ധീവര 11757, വിശ്വകർമ്മ 3641, SC 18265, ST 31374 ആൻഡ് ഇക്കണോമിക്കലി വീക്കർ സെഷൻ 4486 കഴിഞ്ഞ വർഷം ഗവൺമെന്റ് BDS സീറ്റ് കിട്ടി. എവിടെ? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, കാലിക്കറ്റ് ഡെന്റൽ കോളേജിൽ. യെസ്, നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് ആലപ്പിയാണ്. യെസ്, അപ്പോൾ ആലപ്പുഴയിൽ ആർക്കൊക്കെ കിട്ടി നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 3774. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 2700 ആൻഡ് ഇവിടെ 3774 വന്നു. ഇഴവ 5330 ആണ്. മുസ്ലിം 4303, ബാക്ക്വേർഡ് ഹിന്ദു 7799, LA 5869, DV 11387, VK 4823, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 10501, KN 19685, SC 19172, ST 32482 ആൻഡ് ഈഴവ 6230. മക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാറ്റഗറി വൈസ് റാങ്ക് പറയുന്നതെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾ എൻ്റെ റാങ്ക് ഇത്തിരി പിന്നിലേക്കാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു റാങ്കേ കിട്ടുന്നുള്ളൂ, എനിക്ക് ചാൻസ് കുറവാണോ എന്നോർത്ത് പേടിക്കരുത്. കാറ്റഗറി വൈസ് റാങ്കും കാര്യങ്ങളും മാറുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാറ്റഗറിക്കും ഉള്ളത് പറയുന്നത്. സോ അതുകൊണ്ട് തളരരുത്. വളരെ വലിയ സ്ട്രഗിൾ ആണെന്നറിയാം. ഒരുപാട് കുട്ടികൾ എഴുതുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ മത്സരിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ നമ്മൾക്ക് മുന്നിൽ എത്തുക പ്രയാസം തന്നെയാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവസരമുണ്ട്. നെക്സ്റ്റ് വൺ ട്രിവാൻഡ്രം ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ആലപ്പുഴ മാതിരി തന്നെ ആ ഒരു റാങ്കിൽ, ആ ഒരു റേഞ്ചിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി 3242, ഈഴവ 4280, മുസ്ലിം 3606, ബാക്ക്വേർഡ് ഹിന്ദു 6949, LA 5662, ധീവര 11239, VK 3863, SC 18347, ST 33820, EW 5451 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് പരിയാരമാണ്. കണ്ണൂർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന കോളേജാണ്. യെസ്, അപ്പോൾ പരിയാരത്തെ നമുക്ക് നോക്കാം.
ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറി 3801 ആൻഡ് ഈഴവ കാറ്റഗറി 5626, മുസ്ലിം കാറ്റഗറി 4295, BH 10997, LA 9527, DV 11994, വിശ്വകർമ്മ 3929, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 6220, KN 15404, KU 25543, ST 19187 ആൻഡ് 31731 ST വിഭാഗത്തിൽ അഡ്മിഷൻ ഗവൺമെന്റ് ഡെന്റൽ സീറ്റ് ലഭിച്ചിട്ടുണ്ട്. EW 8451. റെഡി. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തൃശ്ശൂർ. ഇപ്പൊ നമ്മൾ തൃശ്ശൂരും കോട്ടയവും കമ്പയർ ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ 3464 ഓപ്പൺ കാറ്റഗറി ജനറൽ, അതായത് യാതൊരു റിസർവേഷനും ഇല്ലാത്ത കാറ്റഗറിയാണ്. അവരുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 3464. എന്നാൽ ആ കാറ്റഗറിയിൽ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ഇക്കണോമിക്കലി വീക്കർ സെഷന്റെ ക്ലോസിംഗ് 6304 വന്നിട്ടുണ്ട് തൃശ്ശൂർ. കോട്ടയം നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയുടെ 3605 അതിൽ തന്നെ ഇക്കണോമിക്കലി വീക്കർ സെഷൻ്റെത് 5410. ഓക്കെ, ഇനി തൃശ്ശൂർ ഈഴവ നോക്കാം 4730, മുസ്ലിം 3702, ബാക്ക്വേർഡ് ഹിന്ദു 8141, LA 9079, DV 11198, വിശ്വകർമ്മ 3901, SC 18906, ST 32433 ആൻഡ് EW 6304. ആൻഡ് ഇതാണ് തൃശ്ശൂരേത്. ആൻഡ് ലാസ്റ്റ് വൺ കോട്ടയത്തിന്റെ ക്ലോസിംഗ് റാങ്ക് ആണ്. യെസ്, അപ്പോൾ മക്കൾ ഇത്രയും അധികം ഡെന്റൽ കോളേജുകളാണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഗവൺമെന്റ് സെക്ടറിലാണ് ആൻഡ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിരവധി കോളേജസും നിരവധി സീറ്റുകളുമുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള റാങ്ക് ലിസ്റ്റിൽ അവസാനം വന്ന കുട്ടികൾക്ക് വരെയൊക്കെ ആയുർവേദവും അല്ലെങ്കിൽ സിദ്ധയും യുനാനിയും BDS സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അവസരങ്ങൾ എല്ലാവരുടെയും മുന്നിലുണ്ട്. 40,000 റാങ്കിനും ഇനി നമ്മൾ ഓൾ ഇന്ത്യ റാങ്ക് 13 ലക്ഷം ഒക്കെ എടുക്കുന്ന ടൈമിൽ അവർക്ക് സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്, സീറ്റുകൾ ഉണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇപ്പം തന്നെ ചൂസ് ചെയ്യണം. ഞാൻ ഇന്നത് കിട്ടിയാലേ പോകൂ, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടല്ലോ, എന്തായാലും എൻ്റെ റാങ്കിന് ഈ ഒരു സീറ്റാണ് കിട്ടുക, ഞാനിത് എടുക്കാമെന്ന് കരുതരുത്. അത്ര എന്താ പറയുക, അത്ര സർവീസിൻ്റെ എക്സ്ട്രീം ലെവലാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, എന്തെങ്കിലും ഒരു സീറ്റിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ ചൂസ് ചെയ്തത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സീറ്റ്, അതിൻ്റെ ജോലി സാധ്യതകളും ഒക്കെ നിങ്ങൾ നോക്കണം. അതിന് എന്തുമാത്രം ജോലി സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ആ ഒരു ഫീൽഡിലേക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നിങ്ങൾ അറിയണം. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കണം, നിങ്ങളതിന് വില്ലിങ് ആയിരിക്കണം, ആ ഒരു സേവന മനോഭാവം നിങ്ങളുണ്ടായിരിക്കണം. എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പം അത് അനുസരിച്ച് വളരെ ചൂസി ആവുക. നമ്മുടെ റാങ്കിന് പറ്റിയ കോഴ്സ് ഏതെന്ന് നോക്കരുത്, നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള റാങ്കിലേക്ക് എത്തുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, എൻ്റെ റാങ്ക് ഇതാണ്, എനിക്ക് കിട്ടുന്ന കോഴ്സ് ഇതാണ്, അതൊരിക്കലും ചിന്തിക്കരുത്. എനിക്ക് ഈ കോഴ്സ് വേണം, എനിക്ക് ഈ റാങ്ക് വേണം, അതായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. സോ ഇനിയുള്ള നിമിഷങ്ങൾ ക്രൂഷ്യൽ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കൂടെയുള്ളവർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ, അത് മനസ്സിലാക്കുക. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു സമയം കുറച്ച് കഷ്ടപ്പെട്ടാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിലേക്ക് നമ്മൾക്ക് എത്താനായിട്ട് സാധിക്കും. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്ട്രാറ്റജീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാം ക്ലാരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് നീറ്റ് എക്സാം, എന്താണ് കീം എക്സാം, അതിൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെ, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തൊക്കെ, അതിൻ്റെ അഡ്മിഷൻ ഫീ, ആപ്ലിക്കേഷൻ ഫീ എന്തൊക്കെയാണ്, ഏതൊക്കെ കോളേജുകളിലാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബിനാർ നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വെബിനാറിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാം. അപ്പോൾ നന്നായി പഠിക്കുക മക്കളെ, ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ മുന്നിൽ വർഷങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ.